എൻ്റെ പേര് ഉഷ. ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ടൗണിനടുത്തുള്ള പള്ളിക്കുന്നിലാണ്. എനിക്ക് ഈശോയിൽ നിന്നും കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എനിക്ക് നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല വേദനയുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമൊന്നും കാര്യമാക്കിയില്ല. പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷം അത് കൂടി ഒക്ടോബർ 26-ാം തീയതി ഞാൻ തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എൻ്റെ വേദന കൂടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീടിനടുത്തുള്ള കൊയിലി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ഈശോയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, പിന്നെ ഉളുക്ക് വന്നതാണ്, അതിന് മരുന്ന് കഴിച്ചാൽ സുഖപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് കുറിച്ച് തന്നു. ഞാൻ അത് വാങ്ങിച്ച് വീട്ടിലെത്തി. ഒരാഴ്ച മരുന്ന് കഴിച്ചു. എനിക്കൊരു സുഖവും തോന്നിയില്ല. വേദന കൂടുതലല്ലാതെ എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരുന്നു എൻ്റെ വേദന. ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ പള്ളിയിൽ എന്നും വ്യാഴാഴ്ചകളിൽ വന്ന് ആരാധന കൂടി പ്രാർത്ഥിക്കാറുള്ളത് കൊണ്ട് ഈശോയിലുള്ള കടുത്ത വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റാപ്സൺ അച്ഛനെ വന്നു കാണാൻ അച്ഛനോടുള്ള പ്രാർത്ഥനയ്ക്കും വേണ്ടി ഞാൻ കാത്തിരുന്നു. നവംബർ 2 അതിനു മുൻപായിട്ട് ഞാൻ വേദന കുറയാത്തത് കാരണം നവംബർ 2-ന് ഞാൻ ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. ആ എക്സ്റേ എടുത്തു. അത് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നട്ടെല്ലിൽ ചതവ് പറ്റിയിട്ടുണ്ട്, അതിൽ നീര് നിറഞ്ഞിട്ടുള്ള വേദനയാണ്, സുഖപ്പെടാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു. ഞാൻ തീരുമാനിച്ചു, ഈ പള്ളിയിൽ എന്നും വന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഈശോ എനിക്ക് സുഖപ്പെടുത്തുന്നുള്ള വിശ്വാസത്തോടെ നവംബർ 3-ാം തീയതി ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ അന്ന് ആളുകളെ കാണുന്ന ദിവസമായതുകൊണ്ട് കാലത്ത് തന്നെ ഞാൻ തനിയെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്നു. ഇവിടെ ഞാൻ വരുമ്പോൾ അച്ഛൻ്റെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ നിന്നു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ഇവിടെ അസ്വസ്ഥതയോടുകൂടി നിന്ന് കുർബാന കണ്ടു പ്രാർത്ഥിച്ചു. കാരണം ഞാനൊരു ഹിന്ദുവാണ്. എങ്കിലും എനിക്ക് ഈശോയിലുള്ള അത്രയും വിശ്വാസത്തോടെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛനെ കാണാനുള്ള സമയമായപ്പോൾ ആ സമയം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്നും ഈ അൾത്താരയിൽ നിന്നും പുറത്തു നിന്നും എനിക്ക് അസ്വസ്ഥതയായിരുന്നു. എല്ലാം നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ഇവിടെ പ്ലേ ചെയ്ത വചനങ്ങൾ കേട്ട് അതിലും നിന്ന് പ്രാർത്ഥിച്ചു. ഇടയ്ക്കെപ്പോഴോ ഞാൻ സ്റ്റോളിലേക്ക് ചെന്നപ്പോൾ അവിടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ സിസ്റ്റർ പറഞ്ഞു, ഭയപ്പെടാനില്ല, ഈശോയുടെ അടുത്തേക്കല്ലേ വന്നിരിക്കുന്നത്, സൗഖ്യം തരും, കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആ ഒരു ധൈര്യവും അച്ഛനെ കാണാനുള്ള എൻ്റെ ആ ഒരു ആകാംക്ഷയും അച്ഛനോട് എൻ്റെ അസുഖം പറയാനുള്ള ആ ഒരു വ്യഗ്രതയും കാരണം ഞാൻ അച്ഛൻ്റെ സമയത്തിനായി കാത്തിരുന്നു. അച്ഛനെ കണ്ടു. ഈ വേദന കൂടാതെ എനിക്ക് ഈ ഇടത് ഷോൾഡറിലൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ബസ്സിൽ നിന്നൊരു തവണ ഇറങ്ങുമ്പോൾ ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോർ അടയുന്നതിന് മുന്നായി എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ ഡോറിൻ്റെ ഉള്ളിൽ തങ്ങി കൈ വലിഞ്ഞു പോയതിലുള്ളൊരു വേദനയാണ്. അത് കാണിച്ചു. ആ സമയത്തൊക്കെ കുറഞ്ഞു. പക്ഷേ ആ വേദന വീണ്ടും വീണ്ടും വന്ന് എന്നെ വല്ലാതെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് വേദന. ആ വേദനയും എനിക്കുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കാണാൻ മുറിയിലേക്ക് ചെന്ന സമയത്ത് എൻ്റെ ഈ നട്ടെല്ലിൻ്റെ വേദന കൂടാതെ ഈ ഷോൾഡർ വേദനയും ഞാൻ പറഞ്ഞു. ഞാനൊന്നേ അച്ഛനോട് പറഞ്ഞുള്ളൂ, അച്ഛോ എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ. കാരണം എനിക്ക് വേദനയുടെ മരുന്നല്ല ഡോക്ടർ തന്നത്, എനിക്ക് വിറ്റാമിൻ ടാബ്ലറ്റ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അത് കഴിക്കുന്ന സമയത്ത് വേദന കുറയുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ അച്ഛോ, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ മകളെ, കണ്ണടച്ച് നിന്നോളൂ. കൈകൾ കൂപ്പി കണ്ണടച്ച് നന്നായി ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈശോയും മാതാവും എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പല തവണ അത് ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടമായിരുന്നു. കാരണം എൻ്റെ ശരീരത്തിലാകെ ഒരു വിറയൽ പോയി. എനിക്കത് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അച്ഛൻ കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടു. കണ്ണു തുറന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ കൈകളിൽ പിടിച്ച് ശക്തമായി അമർത്തിപ്പിടിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ കൈകളിൽ ഞാൻ അമർത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ തുറന്നു പിടിച്ച കൈകളിലേക്ക് ശക്തമായി എന്നോട് ഊതാൻ പറഞ്ഞു. അതുപോലെ ഞാൻ അച്ഛൻ്റെ തുറന്നു പിടിച്ച കൈകളിലേക്ക് ശക്തമായി ഊതി. അതിനുശേഷം എന്നോട് പറഞ്ഞു, പിന്നെ കൈകൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഒന്ന് തുള്ളിച്ചാടിയേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന വേദന ഞാൻ മറന്നു. ഞാൻ കൈകൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് എത്ര തവണ ചാടിയെന്ന് എനിക്കറിയില്ല. ഞാൻ തുള്ളിച്ചാടി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, ഈശോ വേദന
കുറയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് കേട്ടതായിട്ടേ എനിക്കൊരു ഓർമ്മയുള്ളൂ. എങ്കിൽ പോലും ഞാൻ ഈശോയിൽ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, പിന്നെ അച്ഛൻ്റെ കൈകളിൽ ഊതിയതിന് ശേഷം പറഞ്ഞു, അച്ഛൻ്റെ മുറിയിലിരിക്കുന്ന ആ വലിയ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കി, ഈശോയുടെ ചുണ്ടിലും പല്ലിലേക്കും നോക്കി എന്നോട് ഊതാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിലൊന്ന് നടന്നോളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, ഈശോ ഇടപെടുന്നുണ്ട്. പിന്നെ പറഞ്ഞു, വേദനയുള്ള ഷോൾഡറിൽ ഒന്ന് കൈവച്ച് നോക്കിയേ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ വേദന അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാത്തത്രയും ഇതായിരുന്നു. അച്ഛൻ പറഞ്ഞു, നന്നായി സുഖപ്പെടുത്തിയിട്ടുണ്ട്, ധൈര്യമായി വീട്ടിലേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ എന്നോട് മുട്ടുകുത്തി ഇരിക്കാൻ പറഞ്ഞു. മുട്ടുകുത്തി തറയിൽ തലമുട്ടിച്ച് ഈശോയെ എന്ന് വിളിക്കാൻ പറഞ്ഞു. അതും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ നട്ടലിന്റെ വേദന എനിക്ക് അനുഭവപ്പെട്ടില്ല. കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കിടപ്പിലായിരുന്ന ഈ സഹോദരിക്ക് അത്രമാത്രം കർത്താവ് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ആ അച്ഛൻ പറഞ്ഞു കൊടുത്തതിൻ്റെ ഓരോ ഡീറ്റെയിലും അത് ഓർത്ത് പറയാനായിട്ട് അത് മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ടാണ്. കർത്താവ് എന്നെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയതെന്നതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ഓരോ നിമിഷവും ഓർക്കുന്നത് കൊണ്ടാണ് സഹോദരിക്ക് പറഞ്ഞിട്ട് തീരാത്ത. ചേച്ചി ഇത്രയും മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം